റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിൻ്റെ +1 തുല്യതാ ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. Resonance, the study spot. നമ്മുടെ ചാനലിനെ ഞങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് നല്ല പരിചയമാണ്. നമ്മൾ പുതിയ ഒരു സംരംഭത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ വളരെ അകമഴിഞ്ഞ സപ്പോർട്ടോടു കൂടി നമ്മൾ +1ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് മലയാളത്തിൻ്റെ ആദ്യത്തെ പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. +1ൻ്റെ മലയാള പാഠഭാഗങ്ങൾ വളരെ രസകരമായ പാഠഭാഗങ്ങളും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളം പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠഭാഗം ജ്ഞാനപ്പാന. നിങ്ങൾക്കറിയാം, അതിലെ വരികളൊക്കെ ഞാൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് വളരെ പരിചിതമായ വരികളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. വളരെ വലിയ അർത്ഥ വിശദീകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു പാഠഭാഗവും കൂടിയാണ്. അതുപോലെ നമ്മുടെ പരീക്ഷയ്ക്ക് ഏകദേശം 8 മാർക്കിനുള്ളിൽ ചോദ്യം വരുന്ന ഒരു പാഠഭാഗവുമാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ഓരോ പഠിതാവും ഈ പാഠഭാഗത്തെ മനസ്സിലാക്കണം, പഠിക്കണം. അപ്പോൾ ഇതിന് ആമുഖമായി കൊടുത്തിരിക്കുന്ന ഭാഗവും തുടർന്നുള്ള പദ്യശകലങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാഠഭാഗം നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പാഠഭാഗം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് അറിയേണ്ടതാണ്. നിങ്ങൾക്കറിയാം, ജ്ഞാനപ്പാന എഴുതിയിരിക്കുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. കേരളത്തിലെ പ്രശസ്തനായ ഭക്തി കവിതകൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് പൂന്താനം. മലപ്പുറത്ത് പൂന്താനം ഇല്ലത്ത് ആണ്. പൂന്താനം ഇല്ലം എന്നുള്ളത് ഇല്ലപ്പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കവിയുടെ യഥാർത്ഥ പേര് നമുക്ക് ഇന്നും സാധ്യമല്ല. 1547 അദ്ദേഹത്തിൻ്റെ ജനന കാലഘട്ടമെന്ന് കണക്കാക്കപ്പെടുന്നു. അതിന് വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല. അപ്പോൾ ഇല്ലപ്പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, യഥാർത്ഥ പേര് നമുക്ക് വ്യക്തമല്ല. ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തി പ്രസ്ഥാനം, ഭക്തി മാർഗത്തിലൂടെ നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള ചില അരാജകത്വത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ലളിതമായ ഭാഷയിലൂടെ ഭാരതീയ ജീവിത ചിന്ത കുറിക്കുകൊള്ളുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നു എന്നതാണ് ഈ കൃതിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഐഹികമായ ഭ്രമങ്ങൾ ജീവിക്കുന്ന ആളുകളാണ്. ഐഹികമായ ഭ്രമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ശാരീരികമായ ലൗകികമായിട്ടുള്ള ഭ്രമങ്ങളിൽ മനുഷ്യൻ എപ്പോഴും എന്തായിരിക്കും, വളരെ താല്പര്യമുള്ള, ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾ എന്താണ്, ഈ ഭ്രമങ്ങളിൽ കൂടുതൽ നമുക്ക് നേടണമെന്ന ആഗ്രഹങ്ങളുള്ളവരാണ്. ആ ഭ്രമങ്ങളുടെ അർത്ഥശൂന്യതയും ഭഗവത് സ്മരണത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ കവി ഇതിൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ പ്രധാന വിഷയമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. സംസാര വർണ്ണനയാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം. സംസാര വർണ്ണന എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്, അത് സമകാലികവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ വളരെ രസകരമായ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ അയൽപ്പക്കത്ത് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില വ്യക്തികളിലൊക്കെ ഇത്തരം സ്വഭാവങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭരണരീതികളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടോ, സമകാലികമായിട്ട് നമുക്കിതിനെ ഒന്ന് വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ ആമുഖമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സമൂഹത്തിന് കൈമോശം വന്ന മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, സമൂഹത്തിൽ കൈമോശം വന്നിട്ടുള്ള കുറേ മൂല്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ആ സാംസ്കാരിക മൂല്യങ്ങൾക്ക് എവിടെയൊക്കെ പാളിച്ചകൾ വരുന്നുവോ, അല്ലെങ്കിൽ അത്തരം സമയങ്ങളിൽ ഉചിതമായ സാഹിത്യകാരന്മാരുടെ ഇടപെടലുകൾ പലപ്പോഴായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ എഴുത്തുകാരുടെ പല രചനകളിലൂടെയും സമൂഹത്തിലെ അനീതിക്കും മൂല്യശോഷണത്തിനുമെതിരെ പേനയെടുക്കേണ്ടത് അല്ലെങ്കിൽ തൂലിക ചലിപ്പിക്കേണ്ടത് സാഹിത്യകാരന്മാരുടെ ധാർമ്മികമായ കടമയാണെന്ന് മനസ്സിലാക്കിയ ഒരു കവി തന്നെയായിരുന്നു പൂന്താനം. അതുകൊണ്ട് സമൂഹത്തിന് കൈമോശം വന്ന മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം നമുക്ക് ജ്ഞാനപ്പാനയിലൂടെ കാണാവുന്നതാണ്. താൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ സമൂഹത്തിലെ ധർമ്മച്യുതിയും വൈകൃതങ്ങളും
പാടില്ലാത്ത പലതും, ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ ദാർശനിക വീക്ഷണവും ലളിതവും ഹൃദ്യവുമായ അല്ലെങ്കിൽ ഹൃദയസ്പർശിയുമായ രീതിയിൽ ഒരു രചനാരീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പല കാലത്തായി ഇത് പ്രചാരം നേടി. ഏതാണ് ഭക്തി പ്രസ്ഥാനം പല നാട്ടിലും അത് പ്രചാരം നേടിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനാണ്. മലയാളത്തിലെ ഭക്തി കവികളിൽ അഗ്രഗണ്യനാണ് പൂന്താനം. എഴുത്തച്ഛൻ്റെ കാവ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാമായണം, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ ഭക്തി പ്രസ്ഥാനത്തിൽ ഊന്നിയിട്ടുള്ള കവിതകളാണ്. അതുപോലെ തന്നെ പൂന്താനവും ഭക്തി കവികളിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹം തികഞ്ഞ ഒരു ഭാഷാ കവിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ലളിത മധുരമായ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കാവ്യരചനകൾ നടത്തിയിട്ടുള്ളത്. ലളിത മധുരമായ ഭാഷയിൽ അദ്ദേഹം ഭക്തി കാവ്യങ്ങൾ രചിച്ചു. പൂന്താനത്തിൻ്റെ കാവ്യരീതി പാന എന്ന നിലയിൽ പ്രസിദ്ധമായി. പാന എന്ന് പറഞ്ഞാൽ പാട്ട്, പാന ഒരു ഭാഷാവൃത്തവും കൂടിയാണ്. നാടോടി ഗാനരീതിയിൽ നിന്നാവാം ഇത് ഉരുത്തിരിഞ്ഞത്. തൻ്റെ ചുറ്റുപാടുമുള്ള ജനജീവിതത്തിലെ വൈകല്യങ്ങൾ പൂന്താനം ചൂണ്ടിക്കാട്ടുന്നു. അവയിൽ നിന്ന് മോചനം നേടേണ്ടതിൻ്റെ അനിവാര്യത, ആവശ്യകത അദ്ദേഹം വ്യക്തമാക്കുന്നു. നിർമ്മലമായ ഭക്തിയുടെ മാർഗമാണ് കവി ഉപദേശിക്കുന്നത്. ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന ജ്ഞാനപാനയിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. +1 തുല്യതാ പഠിതാക്കളുടെ ആദ്യത്തെ പാഠഭാഗം ജ്ഞാനപാനയിലെ ഒരു ഭാഗമാണ്. വളരെ അർത്ഥവത്തായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് മനുഷ്യൻ കോമാളിയാകുന്ന ഒരവസ്ഥ അതിനെ ചിത്രീകരിക്കുകയാണ്. അതിൽ നിന്ന് മോചനം നേടാൻ ഏറ്റവും ഉചിതമായ മാർഗം, ഞാൻ നേരത്തെ പറഞ്ഞു, ആർഭാടങ്ങളിലുള്ള ആ ഭ്രമം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാതെ നേടിയതിനപ്പുറത്തേക്ക് ഇനിയും നേടണം എന്നുള്ള ഒരു ചിന്താഗതി, ഇതൊക്കെ മനുഷ്യരിൽ ഉണ്ടാവുകയാണ്. അത് മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്ന ചിന്തയാണ് പൂന്താനം ഒരു പക്ഷേ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, സംസ്കൃതം മലയാള കവിതയെ സ്വാധീനിച്ചുകൊണ്ടിരുന്ന കാലത്ത് വളരെ ലളിതവും മനോഹരവുമായ പച്ച മലയാളത്തിൽ കവിതകൾ എഴുതി അനുവാചകരുടെ മനം കവർന്ന പൂന്താനത്തിൻ്റെ കൃതികളിൽ ഏറ്റവും ജനസമ്മതി നേടിയിട്ടുള്ള ജ്ഞാനപ്പാന ദാർശനികത കലർന്ന ഹൃദ്യമായ ഒരു ഭക്തികാവ്യം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ ആ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിനെ സംസ്കൃത ഭാഷയുടെ ഒക്കെ പിടിയിലകപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ, സാധാരണക്കാരൻ്റെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മളെ ചിന്തിപ്പിക്കുന്ന തത്വചിന്താപരമായ കുറേ കാര്യങ്ങൾ ഇടകലർത്തിക്കൊണ്ട് ജ്ഞാനപ്പാന അന്ന് അദ്ദേഹം രചിച്ചതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്കറിയാം, അനുവാചകരുടെ മനം കവർന്ന പൂന്താനത്തിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ഇത് തന്നെയാണ്. പൂന്താനത്തിന് വലിയ കൽപ്പനകളൊന്നുമില്ല, പറയത്തക്ക നിഷ്കർഷതയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്തി മന്ദാകിനിയുടെ കീഴിൽ നമ്മൾ നമിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദൈവങ്ങളെ, അതായത് ഭഗവാന്മാരെ പ്രകീർത്തിക്കുന്ന ആ ശ്ലോകങ്ങളോടുകൂടി അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാന ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ജീവിത മൂല്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജീവിത മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ നമുക്ക് കാണാം. അതായത് ഭക്തിയും ഭാരതീയ തത്വചിന്തയും ഇടകലർന്നിരിക്കുന്ന ജ്ഞാനപ്പാനയുടെ അന്തർധാര എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ ഗദ്ഗതമാണ്. അപ്പോൾ ഒരു കാവ്യം പഠിക്കുന്നതിന് മുമ്പ് ചെറുതെങ്കിലും ആയ രീതിയിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ദീർഘകാലത്തെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ശേഷം പൂന്താനത്തിന് ജനിച്ച കുട്ടിയുടെ അകാല മരണത്തിൽ നിന്നുണ്ടായ മാനസിക വ്യഥയുടെ ബഹിർസ്ഫുരണമാണ് ഈ കവിത. മരണം ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, അല്ലേ? പക്ഷേ എന്താണ്, ഏത് രൂപത്തിലത് ജനിമൃതികളൊന്നും സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇന്നോളം ശാസ്ത്രം എത്രത്തോളം വളർന്നിട്ടും, അല്ലെങ്കിൽ ഇന്ന് ശാസ്ത്രത്തിൻ്റെ ഉയർച്ചയുടെ ഏറ്റവും കൊടുമുടിയിലെത്തി നിൽക്കുമ്പോഴും ഇതൊന്നും എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുകയില്ല. അതൊക്കെ എന്താണ്, ഭഗവാന്റെ തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സുഖ ദുഃഖങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. മുഗൾ പരപ്പിലൂടെ മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ മുഗൾ പരപ്പിലൂടെ തുടിച്ചു കളിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് കൂടി ഇറങ്ങി ചെല്ലേണ്ടത്, അല്ലെങ്കിൽ ഒരു സൂക്ഷ്മമായ അപഗ്രഥനം നടത്തി അദ്ദേഹം നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തരികയാണ്.
അപ്പോൾ ഇവിടെ സമൂഹത്തിലെ മൂല്യച്യുതികളെയും വൈകൃതങ്ങളെയും ഒക്കെ കവി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇതിലെ ലോകത്തിൻ്റെ ആ കാലഘട്ടത്തിലെ സാംസ്കാരിക മൂല്യച്യുതി അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് വളരെ മനോഹരമായ രസകരമായ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് പൂന്താനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പൂന്താനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രത്യേകതയെക്കുറിച്ച്, ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ആർക്കുണ്ടാവണം? റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിന് ഉണ്ടാവണം. ഇന്നേ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു പാഠഭാഗം എടുക്കാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ളത് കൊണ്ടാണ് എന്നെ പരിചയപ്പെടുത്താതിരുന്നത്. എൻ്റെ പേര് ഗീത, മലയാളം അധ്യാപികയായി ജോലി ചെയ്യുന്നു. നമ്മൾ പാഠഭാഗത്തിലേക്ക് പോവാം. ഒരു കാലഘട്ടത്തിലെ അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സംസാര വർണ്ണനയാണ്, ലോകവർണ്ണനയാണ്, അവസ്ഥയാണ് അവിടെ കാണുന്നത്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായി ആടുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ഇതാണ് അവസ്ഥ. എന്താണ്? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. യോഗ്യതയില്ലാതെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലെ ഈ വരികളിൽ കൂടി പോകുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു കാവ്യം ഈ കാലഘട്ടത്തിലും അതിന് പ്രസക്തിയുണ്ടോ? എന്തൊക്കെയായിരുന്നു അന്ന് നടന്നിരുന്നത്? ഇന്നും ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിക്കുക. യോഗ്യതയില്ലാത്ത സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാണം കെട്ട് മത്സരിക്കുന്നവരും നമ്മുടെ നാട്ടിൽ ഉണ്ടോ? ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ പണ്ട് നടന്ന ഒരു കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ തകർന്ന സാംസ്കാരിക ച്യുതിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയുടെ നേർചിത്രണമാണ് അവിടെ. ഇന്നത്തെ കാലഘട്ടവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. ഒരു യോഗ്യതയുമില്ല, ആ സ്ഥാനത്തിന് ഒരു അർഹതയില്ല. പക്ഷെ എന്താണ്? അതിനു വേണ്ടി എന്ത് ചെയ്യുക? കലഹിച്ചുകൊണ്ട്, പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ട്, യോഗ്യതയില്ലാഞ്ഞിട്ട് പോലും അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം. നാണം കെട്ടു നടക്കുന്നിതു ചിലർ. നാണക്കേടാണ്, അറിയാം അല്ലേ? അപ്പോൾ ആ നാണക്കേട് സഹിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് അർഹതയില്ലാത്തത് നേടാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു വിഭാഗം. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിത് ചിലർ. ബുദ്ധിയില്ലായ്മയാണ് അല്ലേ? മത്സരബുദ്ധിയോടുകൂടി അർഹതയില്ലാത്തതിൻ്റെ പുറകെ പോവുക. ഒരു യോഗ്യതയില്ല, അല്ലെങ്കിൽ എന്താണ്, തന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും പ്രാപ്തനല്ല എന്ന് ബോധമുണ്ട് എങ്കിലും അവിടെ തൻ്റെ യോഗ്യതക്കുറവിനേക്കാൾ അപ്പുറത്തേക്ക് തനിക്ക് ലഭിക്കേണ്ട പദവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ചുമതലകളെ, തൻ്റെ കർമ്മങ്ങളെയൊക്കെ അത് കൃത്യതയോടുകൂടി നിറവേറ്റാൻ സാധിക്കുമോ എന്നുള്ളതല്ല പലപ്പോഴും പല ആളുകളും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലും തൻ്റെ കൃത്യനിർവഹണ ബോധത്തിനപ്പുറത്തേക്ക് ഒരു സ്ഥാനത്തിൽ കയറിയിരുന്ന് തൻ്റെ ഒരു മേൽക്കോയ്മ കാണിക്കുക, ഒരു കപടതയുടെ മുഖം മൂടി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് അവരെ എത്രത്തോളം മതികെട്ട് നടക്കുകയാണ്, അത് അവരെത്രത്തോളം അബദ്ധത്തിൽ ചെന്ന് ചാടിക്കുന്നു, മറ്റുള്ളവർ അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും ഇല്ലാതെ അപമാനം അവരെത്രത്തോളം ഏറ്റുവാങ്ങുന്നുണ്ടോ എന്നറിയാത്ത ഒരു സ്ഥിതി ചില ആളുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് പറയുന്നത്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ. അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെയോ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായി ആടുന്നിതു ചിലർ. സുന്ദരിമാരായിട്ടുള്ള സ്ത്രീ ഭ്രമമുള്ള ആളുകൾ അന്നും ഇന്നും ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളുടെ, സുന്ദരിമാരുടെ പ്രീതിക്കായിട്ട്
അവരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിനായിട്ട് അവരുടെ വീടുകളിൽ എന്താണ് ചെന്ന് അവരെ ഒരു കുരങ്ങ് കളിക്കുന്നതായിട്ട് കുഞ്ചിരാമനായി ആടുന്നത്. അതറിയാലോ അല്ലേ, കുരങ്ങന്മാരെ പോലെ മനുഷ്യനല്ല മൃഗമായി മാറുന്നു എന്ന് തന്നെ സാരം അല്ലേ. ചഞ്ചലാക്ഷിമാർ സുന്ദരിമാരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ചെന്ന് പ്രവേശിച്ചിട്ട് കുഞ്ചിരാമനെ പോലെ കുരങ്ങന്മാരെ പോലെ ചിലരെന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അതൊക്കെ അവരുടെ ആ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യേണ്ട പ്രവൃത്തിയല്ല. അവരവരുടെ കടമകളിൽ നിന്ന് വ്യതിചലിച്ച് അവനവൻ്റെ പ്രവർത്തന കർമ്മ മേഖലകളിൽ മുഴുകാതെ മറ്റ് താല്പര്യങ്ങളിലേക്ക് അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറുകയാണ്. അടുത്തത് നോക്കൂ. കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. കോലകങ്ങളിൽ എന്താണ്, കൊട്ടാരങ്ങളിൽ അവരെന്ത് ചെയ്യാണ്, കൊട്ടാരങ്ങളിൽ അവർ സേവകന്മാരായിട്ട് കോലം കെട്ടുകയാണിത്. അവരെ ഭരണത്തിന് സഹായിക്കേണ്ട ആളുകൾ കൊട്ടാരങ്ങളിൽ സേവകരായി കോലം കെട്ടി നടക്കുന്നവർ. കോലം കെട്ടി നടക്കുക എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതെ ആ വേഷം കെട്ടൽ മാത്രമേ ഉള്ളൂ. വേഷം കെട്ടലല്ല, പ്രവർത്തിക്കലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്, അവിടെ നടക്കുന്നത് കൊട്ടാരം, ഭരണ സംവിധാനം, ഇതിനൊക്കെ എന്താണ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവാതെ അവിടെയൊക്കെ പലപ്പോഴും പല അലങ്കോലങ്ങളും അവർക്ക് താല്പര്യമുള്ള മേഖലകളിലേക്ക് സേവകന്മാരായിട്ട് രാജ്യത്തെ സേവിക്കേണ്ടവരാണ്. പക്ഷെ അവരതിന് പകരം എന്താണ്, അവരവരുടെ തൽപര മേഖലകളിൽ എന്ത് ചെയ്യാണ്, കോലം കെട്ടി നടക്കുകയാണ്. ഞങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പുറമെ മാത്രം പ്രകടിപ്പിക്കുന്ന വേഷവിധാനത്തിലോ അല്ലെങ്കിൽ സംസാര രീതിയിലോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം. പിന്നെ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. ചിലരുടെ എന്താണ്, ശാന്തിക്കാരായി ചമഞ്ഞു നടക്കുകയാണ്. ചിലർ പൂജയും ചെയ്യേണ്ടത് എന്തുതന്നെയാണ്, അല്ലെങ്കിൽ എന്താണ്, ഈശ്വരപ്രീതിക്കായിട്ട്, ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട്, സ്വയം നന്മയ്ക്കായിട്ട്, ഈശ്വര നന്മയ്ക്കായിട്ട്, നമ്മുടെ ജനനന്മയ്ക്കായിട്ട്, രാജ്യ നന്മയ്ക്കായിട്ടൊക്കെ എന്ത് ചെയ്യണം, പൂജ ചെയ്യണം, ശാന്തി ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് എന്താണ്, ആ പേര് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും ശാന്തി ചെയ്യുന്ന ആളുകളായിട്ട് ഒന്നും ചെയ്യാണ്ട് തൻ്റെ മറ്റ് കർമ്മ മേഖലകളിലേക്ക് വ്യാപൃതരാവാതെ ജീവിക്കുന്ന ചില വിഭാഗങ്ങൾ. അതുപോലെ എന്താണ്, അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലരുടെ അവസ്ഥ എന്താണ്, ഒരു പൗരൻ്റെ കടമയാണ് അച്ഛനെയും അമ്മയെയും ഭാര്യയെയും ഒക്കെ അല്ലേ, ഒരു കുടുംബത്തെ പുലർത്തേണ്ടത് ആരുടെ കടമയാണ് അല്ലേ, മക്കളുടെ കടമയാണ്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. തൻ്റെ പാതിയെ കൈപിടിച്ച് അഗ്നിക്ക് മുന്നിൽ നിന്നുകൊണ്ട്, ദീപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്ന, തൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്തിയവളെ മാത്രമേ സ്വപ്നം കാണാൻ പാടാവൂ അല്ലേ, അത് മാത്രമേ കാണാവൂ. മറ്റൊരു സ്ത്രീയെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ മനസ്സിൽ പോലും ഓർക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ എന്താണ്, അവളെ സ്വപ്നം കാണുമ്പോൾ പോലും എന്താണ്, ഒന്ന് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അവളുടെ മുഖം തെളിഞ്ഞു വരുന്നില്ല എന്നാണ്. അതായത് അഗ്നിയെ സാക്ഷി നിർത്തി വിവാഹം ചെയ്തിട്ടുള്ള ഭാര്യയെ സ്വപ്നത്തിൽ പോലും പരിഗണിക്കുന്നില്ല. ഇത്തരം ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് മുഴുവൻ കാണുന്ന ആളുകളെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള, അതായത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാണം കെട്ട് നടക്കുന്ന ആളുകൾ, സ്വന്തം നിലനിൽപ്പ് മറന്നു പോയിട്ട് അപമാനിതരായിട്ട് മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് അറിയാതെ, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം എന്താണെന്ന് ചിന്തിക്കാതെ അപമാനിതരായിട്ട് നടക്കുന്ന ഒരു വിഭാഗം. മറ്റൊന്നെന്താണ്, സുന്ദരിമാരുടെ പ്രീതിക്കായിട്ട് നടക്കുന്ന ചിലർ, സേവകന്മാരായിട്ട് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതെ രാജ്യത്തെ സേവിക്കേണ്ടവരാണ്, പക്ഷെ അതൊന്നും ചെയ്യാതെ വെറുതെ ധൂർത്തടിച്ച് നടക്കുന്ന ഒരു വിഭാഗം. പൂജ ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിഭാഗം. അതുപോലെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും ഒക്കെ വേണ്ട രീതിയിൽ പുലർത്തേണ്ടത് കുടുംബനാഥനായിട്ടുള്ള ആളുകളാണ്. അത് ചെയ്യാത്ത ഒരു വിഭാഗം. പിന്നെയോ സ്വന്തം ഭാര്യയെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ആ ഭർത്താവ് എന്ത് ചെയ്യാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, സ്വപ്നത്തിൽ പോലും ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാത്തൊരവസ്ഥ. ഇങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ അവസ്ഥ. ഇന്ന് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ പറഞ്ഞ ഒരുപാട് വിഭാഗക്കാരെ നമുക്ക് കാണാമല്ലേ, തട്ടിപ്പും വെട്ടിപ്പുമായിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് വിഭാഗമുണ്ട്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം, ശ്രദ്ധിച്ചോളുക.
സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ചിലരുടെ സ്വഭാവം എങ്ങനെയാണെന്നാണ് പറയുന്നത്? സത്തുക്കൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ, നല്ല ജനങ്ങൾ. അവരെന്ത് ചെയ്യും? കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ, നമ്മളെ എന്ത് ചെയ്യാണ്? ശിക്ഷിച്ചു ചൊല്ലുക എന്ന് പറഞ്ഞാൽ ശിക്ഷാ നടപടികൾ എന്നുള്ളതല്ല, നമുക്ക് ഉപദേശിക്കും. നമുക്ക് അനുഭവ പരിചയമുള്ള ആളുകൾ, അതുപോലെ തന്നെ പരിജ്ഞാനമുള്ള ആളുകൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്നതാണ് അല്ലേ, നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, മുതിർന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? കുട്ടികളോടാവട്ടെ നമ്മളോട് ചിലപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയും, ഇന്നത് ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ സത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ, നമ്മൾ ഉപദേശിക്കുന്ന സമയത്ത് എന്താണ് ഉപദേശം കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്താണെന്നാണ് പറയുന്നത്? ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ആ സമയം മുതൽ എന്താണ്, ഇന്നത്തെ കാലഘട്ടത്തിലും ഒട്ടും വ്യത്യാസമല്ല അല്ലേ? ഉപദേശത്തിൻ്റെ കുറവ് കൊണ്ടല്ല നമ്മുടെ നാടും നമ്മുടെ ജനങ്ങളും നന്നാവാത്തത്. ഉപദേശിക്കാനുണ്ട്, ഉപദേശം അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ് പറയുന്നത്? പൂന്താനം പറയുന്നത് എന്താണ്? സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. പലതരത്തിലുള്ള മനുഷ്യരെ നമ്മൾ പരിചയപ്പെടുകയാണ് അല്ലേ? ഏതൊക്കെ വിഭാഗത്തിലുള്ള, ഓരോരുത്തരും അവനവൻ്റെ കടമ നിർവഹിക്കുന്നതിന് പകരം അവരവരുടെ സ്വഭാവ വൈകൃതങ്ങളെക്കുറിച്ച് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. സ്വാർത്ഥരും അഹങ്കാരികളുമായിട്ടുള്ള പല ആളുകളെയും നല്ല ജനങ്ങൾ, അതായത് അനുഭവജ്ഞാനമുള്ള ജ്ഞാനം അല്ലേ, എന്ത് സംഭവിക്കുമെന്ന് ദീർഘവീക്ഷണമുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, ആരുടെയും ഉപദേശങ്ങൾ ചെവിക്കൊള്ളാൻ അവർ തയ്യാറല്ല. ഇനി അഥവാ എന്താണ്, അറിവുള്ളവർ ഉപദേശവുമായിട്ട് നമ്മളെ സമീപിച്ചാൽ എന്താണ്, അവർ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു. അതായത് ശത്രുവായിട്ടാണ് പിന്നീട് അങ്ങോട്ട് കണക്കാക്കുക. അപ്പോൾ അതുപോലെ ശത്രുവിനോട് എങ്ങനെയാണ്, ഒരു ശത്രുവിനോട് നമ്മൾ ക്രുദ്ധിക്കുക, ക്രോധത്തോടു കൂടി എപ്രകാരം പെരുമാറുന്നു, അതുപോലെയാണ് ഈ ഉപദേശമായി വരുന്ന സജ്ജനങ്ങളോട് പലപ്പോഴും ആളുകൾ പെരുമാറാറുള്ളത്. അന്നത്തെ കാലഘട്ടത്തിലെ ചില ആളുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വന്ദിതന്മാരെ കാണുന്ന നേരത്തോ നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. വന്ദിതന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കേണ്ടവർ, വന്ദിക്കേണ്ടവർ, പരിഗണന കൊടുക്കേണ്ടവർ, അവരെ കാണുന്ന സമയത്ത് അല്ലേ, നമുക്കറിയാം നമ്മുടെ മാതാപിതാ, ഗുരു, ദൈവം, മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു മൂല്യബോധമുള്ള ഒരു കാലഘട്ടത്തിലൂടെ, തലമുറയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എന്താണ് അത്, വന്ദിതന്മാരെ കാണുന്ന നേരത്ത്, വന്ദിക്കേണ്ടവരെ കാണുന്ന നേരത്ത് എന്താണ്, നിന്ദിച്ചത്രേ പറയുന്നു ചിലർ. അവരെ നിന്ദിക്കുകയാണ് ചെയ്യണത് എന്ന്. വന്ദിക്കേണ്ട ആളുകളെ അവർ നിന്ദിക്കുന്നു. എന്തിനാണ്? വന്ദിച്ചിട്ടില്ലെങ്കിൽ പോലും അത്ര പ്രയാസമില്ല, പക്ഷെ എന്താണ്, നിന്ദിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ഇതൊന്നുമല്ല സാംസ്കാരിക മൂല്യങ്ങൾ, ഇതൊന്നുമല്ല, നമ്മളിങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളറിയാതെ തന്നെ പൂന്താനത്തിൻ്റെ ജ്ഞാനപാന വായിക്കുമ്പോൾ, കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലും എന്താണ്, എല്ലാ മനുഷ്യരും പൂർണ്ണരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മുടെ ഉള്ളിലും ഇത്തരം ചെറിയ ചിന്തകളുണ്ട് എങ്കിൽ നമ്മളിങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്ന ബോധം ജ്ഞാനപാന കേൾക്കുന്ന, വായിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പലരെയും നമ്മുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചില സ്വഭാവത്തിലുള്ള ചില വൈകൃതങ്ങളെങ്കിലും നമ്മുടെ ചിന്തയിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവാം. അങ്ങനെ മാറ്റങ്ങൾ വരട്ടെ. ജ്ഞാനപാന കേൾക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ നിങ്ങൾ ഓരോരുത്തർക്കും മാറ്റമുണ്ടാവട്ടെ, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാനാവട്ടെ. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നതു ചിലർ. അടുത്ത ഭാഗം നോക്കൂ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പുവെന്നും ചിലർ. ചിലരുടെ ചിന്താഗതി എന്താണ്? ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്, ഈ സംസാരം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ പരിശ്രമം കൊണ്ടാണ്, നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പുവെന്നും ചിലർ. നമ്മുടെ പരിശ്രമം കൊണ്ട്, എൻ്റെ മാത്രം ശ്രമം കൊണ്ടാണ് ഈ ലോകം ഇന്നിങ്ങനെ നിൽക്കുന്നത് എന്ന ഒരു അഹങ്കാര ബോധമുള്ള ചില ആൾക്കാരെ നമുക്ക് കാണാം. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചിന്ത പോലും വെടിഞ്ഞ് അഹങ്കാരികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ കണ്ണു തുറപ്പിക്കാൻ ഇത്തരം കൃതികൾക്ക് ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഈ ഒരു കാവ്യം ഇന്നും ഇത്ര പ്രസക്തിയോടുകൂടി നമ്മൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതും നമ്മുടെ പഠന വിഷയമാക്കുകയും ഒക്കെ ചെയ്യുന്നത്. കാലത്തും പ്രസക്തമാണ്. ഇതൊക്കെ വളരെ സമകാലികമായ പ്രസക്തിയുള്ള ശ്ലോകങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ, ലൗകികമായ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടാണ് വിശ്വം ഈ വണ്ണം, ലോകം വിശ്വം ഈ പ്രകാരം നിലനിൽക്കുന്നതെന്ന് ചിന്തിക്കുന്ന ചിലർ. അടുത്ത ശ്ലോകം നോക്കൂ. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊവ്വ എന്നും ചിലർ. അഹങ്കാരിയാണ് അല്ലേ? ബ്രാഹ്മണ്യം കൊണ്ട് ജാതീയമായ ചിന്തകൾ ഉയർന്നവരാണ് എന്ന ചിന്ത, ഏറ്റവും ഉയർന്ന ജാതിയായിട്ട് ആ കാലഘട്ടത്തിൽ കണക്കാക്കപ്പെട്ടിരുന്നത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണ്യം കൊണ്ട്, ഇവിടെ ബ്രാഹ്മണ്യം എന്ന് മാത്രമല്ല, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ചിന്തിക്കുന്ന എന്താണ്? അവർക്കൊരിക്കലും എന്താണ് താഴേക്കിടയിലേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. ബ്രഹ്മാവ്, സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പോലും എന്താണ് തങ്ങൾക്കൊപ്പം വരില്ല എന്ന്. എല്ലാ സർവ്വജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് എന്ന് കരുതപ്പെടുന്ന ആ ബ്രഹ്മാവ് പോലും എനിക്കൊപ്പം എത്തിയിട്ടില്ല എന്ന് ചിന്തിച്ച് നടക്കുന്ന ചില ആളുകളുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുക. അവരുടെ പ്രവൃത്തികൾ, പെരുമാറ്റം, സംസാര രീതികൾ ഇതൊക്കെ കാണുമ്പോൾ ബ്രഹ്മാവിനെ പോലും ഭയക്കാതെ, അതായത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പോലും തനിക്കൊപ്പമല്ല എന്ന് ചിന്തിക്കുന്ന, അഹങ്കരിച്ച് നടക്കുന്ന, ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ, ജാതീയമായ ശ്രേഷ്ഠതയുടെ പേരിൽ ജാതീയമായ ചിന്തകൾ മനസ്സിലുണ്ടാകുന്നു. മനുഷ്യൻ എന്ന ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് ഈ ജാതീയമായ ചിന്തയിൽ ഞാനാണ് ഏറ്റവും വലിയവനെന്ന് അഹങ്കരിച്ച് നടക്കുന്ന ചില വിഭാഗത്തെ കാണാം. അപ്പോൾ ആ ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ഭാഗം നോക്കുക കേട്ടോ. അർത്ഥാശയ്ക്കു വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നത് ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടു എത്ര നേടുന്നിതർത്ഥം ശിവശിവ. വൃത്തിയും കെട്ടു ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യം എന്നതും. ഈ 4 വരി നമുക്ക് വളരെ പരിചിതമാണ് അല്ലേ? 10 കിട്ടുകിൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഇന്നും എക്കാലത്തും മാറാത്ത ഒരു സ്വഭാവമാണ് അല്ലേ? 10 കിട്ടിയാൽ നമുക്ക് എന്ത് വേണം? അതിനേക്കാൾ 100 വേണമെന്നും, 100 കിട്ടിയാൽ 1000, അതിനപ്പുറത്തേക്ക് ഉള്ള സംഖ്യകൾ നമ്മുടെ കയ്യിലെത്തിച്ചേരണമെന്ന് മനുഷ്യ സഹജമായ നമ്മുടെ ചിന്താഗതികളാണ് അല്ലേ? അത് ഇനി ഒരു കാലഘട്ടത്തിൽ മാറ്റാൻ സാധ്യമല്ല. നമ്മുടെ മനുഷ്യൻ്റെ പൊതു സ്വഭാവങ്ങളിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേയും കൂടി ഉയർന്ന തലത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നോക്കുക, അർത്ഥാശയ്ക്കു വിരുദു വിളിപ്പിപ്പാൻ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ധാരാളം പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അഗ്നിഹോത്രാദി ചെയ്യുന്നു. യാഗങ്ങൾ ചെയ്യുന്നത് സാധാരണ എന്താണ്? ഒരു നാടിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ? മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഫലങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ യാഗങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ ചിലർ യാഗങ്ങൾ നടത്തിയിരുന്നത് എന്താണ്? ദേവപ്രീതിക്ക് വേണ്ടിയിട്ടായില്ല, ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. പകരം എന്താണ്? അഗ്നിഹോത്രം തുടങ്ങിയവയിലൂടെ അവർ സമർത്ഥമായി ധന ആഗമനത്തിനുള്ള മാർഗങ്ങൾ, അതാണ് പറഞ്ഞ അർത്ഥാശയ്ക്കു വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. എങ്ങനെയാണ് കേമമായിട്ട് പല വഴിയിൽ കൂടിയും ധനം സമാഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു ചില ആളുകൾ അന്ന് യാഗങ്ങൾ നടത്തിയിരുന്നത്. പണം സമ്പാദിക്കാൻ അവർക്ക് പല വഴികളും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കൂ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. എണ്ണമില്ലാത്ത സ്വർണവും നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൊട്ടാരങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെച്ച് വരുന്ന ധാരാളം സ്വർണവും നവരത്നങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? വിറ്റഴിക്കുന്നു. പിന്നെയോ മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും, മത്തേഭം എന്ന് പറഞ്ഞാൽ ആന, മതിച്ച ആന, വളരെ ശക്തരായിട്ടുള്ള ആനകൾ എന്താണ്? ആനയെ കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും
നല്ല ആനയെ കൊണ്ടും കുതിരകളെയൊക്കെ കച്ചവടം നടത്തുകയും അതേപോലെ തന്നെ എന്താണ് അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ട് കപ്പൽ വഴിയുള്ള അന്യനാടുകളിലേക്ക് എന്താണ് വ്യാപാരം നടത്തിക്കൊണ്ടും ഒക്കെ എങ്ങനെയാണ് സമർത്ഥമായിട്ട് പണമുണ്ടാക്കിയിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് നാട് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, ആ നാട്ടിലുള്ള ജനങ്ങളുടെ ഒക്കെ എന്താണ് ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, അവരുടെ സമ്പാദ്യം എങ്ങനെയൊക്കെ കൂട്ടാം, സ്വന്തമായ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, കയ്യിലുള്ള നല്ല നാട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിലെ സ്വർണങ്ങളും രത്നങ്ങളും വിറ്റഴിക്കുകയും യാഗം നടത്തുകയും അതേപോലെ അഗ്നിഹോത്രാദി തുടങ്ങിയിട്ടുള്ള യാഗങ്ങൾ നടത്തുകയും കപ്പൽ വഴിയുള്ള വ്യാപാരം നടത്തുകയും എത്ര നേടുന്നിതർത്ഥം ശിവശിവ, ഇങ്ങനെ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കപ്പൽ വഴിയുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുകയും അവർ അങ്ങനെ എന്ത് ചെയ്തു, ഇഷ്ടം പോലെ പണം സമ്പാദിക്കുകയും ചെയ്തു. എന്നിട്ടോ മനുഷ്യന്റെ അവസ്ഥ എന്താണ്, വൃത്തിയും കെട്ട് ധൂർത്തരായ എപ്പോഴും അർത്ഥത്തെ കൊതിച്ച് എത്ര നശിക്കുന്നു. അവിടെ ചിലർക്ക് എന്താണ് ഇങ്ങനെ വൃത്തിയും കെട്ട ശീലങ്ങളെ കൊണ്ട്, മോശപ്പെട്ട വൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ അർത്ഥത്തിനപ്പുറത്തേക്ക് ഒരർത്ഥ തലം, കെട്ട കളികൾ, മോശപ്പെട്ട കളികളിലൂടെ എന്ത് ചെയ്യുക, യഥാർത്ഥമായിട്ട് ധനം സമാഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് മോശമായ കളികളിലൂടെ പ്രവർത്തികളിലൂടെ എന്ത് ചെയ്തു, പണം സമ്പാദിച്ച്, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ധാരാളം കയ്യിൽ അർഹതയില്ലാത്ത പണം കയ്യിൽ വരുമ്പോഴെന്ത് ചെയ്യുന്നുണ്ട്, അവരതിനനുസരിച്ച് ധൂർത്തരായി അർത്ഥത്തെ കൊതിച്ച് എത്ര നശിക്കുന്നു. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്ന് കരുതിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്, അവരുടെ ഒരു മനുഷ്യൻ എന്ന ചിന്തയ്ക്കപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും മാനുഷിക പരിഗണനയും മറ്റുള്ളവർക്ക് നൽകാതെ ഏത് വിധേനയും പണം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച് പണക്കൊതി മൂത്ത് ദുഷ്ടമായിട്ടുള്ള പ്രവർത്തികളിൽ പലപ്പോഴും എന്താണ് ഏർപ്പെടുന്ന മനുഷ്യരെയും നമുക്ക് കാണാവുന്നതാണ്. അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. നമുക്ക് അർത്ഥം എത്ര വളരെയുണ്ടായാലും, പണം എത്ര കിട്ടിയാലും എന്താണ് മനുഷ്യന് എന്തുണ്ടാവില്ല, എത്ര തന്നെ പണം കിട്ടിയാലും അവർക്ക് മതിയാവുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ ഒരു കാര്യം, അത് ഓർക്കുക. എങ്ങനെയാണ് അവസ്ഥ, 10 കിട്ടിയാൽ 100 കിട്ടാനുള്ള വഴി തേടും, 100 കിട്ടിയാൽ 1000, 1000 കിട്ടിയാൽ 10000 എന്നിങ്ങനെ മനുഷ്യൻ്റെ അത്യാഗ്രഹം ഏറി വരികയാണ്. ആ ഭാഗമൊക്കെ എപ്പോഴും വിശദീകരിക്കാൻ വരാറുണ്ട്, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കോറിയിട്ട വരികളാണ് അല്ലേ അതൊക്കെ. 10 കിട്ടുകിൽ 100 മതിയെന്നും, 10 കിട്ടാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചു, 10 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അതുമായി ജീവിക്കാനല്ല, 100 കിട്ടണം. ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 കിട്ടണം, 1000 കിട്ടിയാൽ അയുതമാകിൽ 10000 കിട്ടണം എന്നിങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ ജ്ഞാനപാനയിൽ മുഴുവൻ മനുഷ്യൻ്റെ എന്താണ് അസ്ഥിരതയാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ അസ്ഥിരതയാണ് സൂചിപ്പിക്കുന്നത് കവി എടുത്തു പറയുന്നത്. നാം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളൊക്കെ എന്താണ്, ഭഗവാന്റെ ദൈവത്തിൻ്റെ ലീലാവിലാസങ്ങൾ മാത്രമാണ്. മനുഷ്യൻ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്ന മനുഷ്യൻ എന്താണ് അറിയുന്നില്ല, അത് അവനെന്നും ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതേ. മനുഷ്യൻ്റെ ജീവിതം പോലും അങ്ങനെയാണ്, അനശ്വരമായിട്ടുള്ളതല്ല, നശ്വരമാണ് മനുഷ്യ ജീവിതമെന്ന് നമുക്കറിയാം. എന്നിട്ടും മനുഷ്യൻ എന്ത് ചെയ്യാണ്, മനുഷ്യൻ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പോവുകയാണ്. എഴുത്തച്ഛൻ്റെ ഒരു വരിയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. മനുഷ്യൻ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ കാലാഹിന പരിഗ്രസ്തമാം ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നശ്വരതയെ ഇതുപോലെ പൂന്താനത്തെ പോലെ വ്യക്തമാക്കിയിട്ടുള്ളൊരു കവിയാണ് എഴുത്തച്ഛൻ. പറയുന്നത് എന്താണ്, കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ്, ഒരു പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള അവസാന സമയം വരെ അതിൻ്റെ ഇരയായി കഴിഞ്ഞു, എന്നാലും അതെന്തിനു വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട മനുഷ്യൻ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പോകുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ മനുഷ്യൻ്റെ ജീവിതം സ്ഥിരമല്ല എന്ന ചിന്താഗതി ഉണ്ടെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ പണമുണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ബന്ധങ്ങളെയും
നമ്മുടെ എന്താ പറയുക രീതികളെയും ഒന്നും മാറ്റാതെ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു മനുഷ്യ സമൂഹം നമുക്കുണ്ടായിരുന്നു. അത് പലപ്പോഴും എന്താ പറയുക അതിനൊന്നും മാറ്റം സംഭവിക്കാത്ത രീതിയിൽ ഇന്നും പലരും അതേ രീതിയിൽ തന്നെ പാത പിന്തുടർന്നു പോകുന്നത് നമുക്ക് കാണാം. ഈ കാലഘട്ടത്തിലും ജ്ഞാനപ്പാനയിലൂടെ പിന്നെ ചിന്താഗതിയിലൂടെയൊക്കെ മാറ്റങ്ങൾ ഓരോരുത്തർക്കും സാധ്യമാവട്ടെ. ഇനി നമ്മൾ അടുത്ത ഭാഗം നോക്കുക. ആശയായുള്ള പാശമതിങ്കേന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. ആശയാകുന്ന പാശം, പാശം എന്ന് പറഞ്ഞാൽ കയറ് എന്നർത്ഥമാണ് അല്ലേ. ആശയാകുന്ന ആഗ്രഹമാകുന്ന പാശം കയറ് എന്ത് ചെയ്തിരിക്കുകയാണ്? പാശമതിങ്കേന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. മനുഷ്യൻ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആഗ്രഹമാകുന്ന കയറ് പിടിവിടാതെ മനുഷ്യൻ അതിലിങ്ങനെ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആഗ്രഹമാകുന്ന കയറ് മനുഷ്യനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണ്. അതൊന്നൊരു മോചനമില്ല എന്നാണ് പറയുന്നത്. സത്തുക്കൾ ചെന്നിരന്നാൽ ആ അർത്ഥത്തിൽ സ്വല്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. എന്താണ് പറയുന്നത്? പണത്തോടുള്ള ആർത്തി മനുഷ്യന് ഒരിക്കലും അവസാനിക്കുകയില്ല. പണത്തോടുള്ള ആർത്തി മൂത്ത് എന്താണ്, ആഗ്രഹങ്ങളാകുന്ന കയറുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ വരിഞ്ഞു മുറുകപ്പെട്ട് ഇപ്പോൾ ഒരുപാടുള്ള ആളുകൾ മനുഷ്യൻ ശരിക്കും പണത്തിൻ്റെ അടിമയായി മാറുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഉള്ളവൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്, സത്തുക്കൾ സാധാരണ പിന്നെ സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ നമ്മളെ സഹായിക്കും, ഒരുപാടുണ്ടല്ലോ എന്ന് കരുതി സഹായിക്കും എന്ന് ചെന്നിരന്നാൽ ആ അർത്ഥത്തിൽ നിന്ന് ധനത്തിൽ നിന്ന് സ്വല്പമാത്രം കൊടാ ഇരന്ന് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യില്ല, ദുഷ്ടന്മാരായിട്ടുള്ള അവർ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു തരി പോലും നൽകുകയില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് ജീവിക്കാനുള്ളത് നമ്മൾ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സന്മനസ്സുള്ളവനാവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മൃഗങ്ങളിൽ നിന്നും പക്ഷിമൃഗാദികളിൽ നിന്നും മാറി നിന്ന് യഥാർത്ഥ മനുഷ്യനായിട്ട് മനുഷ്യ സഹജമായ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള മനുഷ്യരാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്തോളും, നമുക്ക് ജീവിക്കാനുള്ളത് അതിൻ്റെ വഴി നമുക്ക് പറഞ്ഞു തന്നോളും എന്നാണ് പറയാറുള്ളത്, നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പാത പിന്തുടരാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലേ, മാനുഷിക മൂല്യങ്ങൾ വെടിയാതെ ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സഹജീവി ഭാവം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവട്ടെ. അപ്പോൾ എന്താണ്, സത്തുക്കൾ ചെന്നിരന്നാൽ ആ അർത്ഥത്തിൽ സ്വല്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. ഒട്ടും അതിൽ നിന്ന് എന്ത് ചെയ്യാറില്ല, ഇഷ്ടം പോലെ ധനം സമ്പാദിച്ചു വെച്ചവൻ്റെ അടുത്തേക്ക് ഇരന്ന് ചെല്ലുകയാണ്. ദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ അസുഖം ബാധിച്ച ഒരുവൻ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്തെല്ലാം ഒന്നും കൊടുക്കാറില്ല. ചത്തുപോം നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാൻ ഒരുത്തർക്കും. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ചത്തുപോം നേരം നമ്മൾ മരിച്ചു പോണ സമയത്ത് നമ്മുടെ വസ്ത്രം പോലും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് അവരോർക്കുന്നില്ല. ഇത്തരക്കാർ പിന്നെ എന്താണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം അല്ലേ. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടത് ഈ മാനുഷിക മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും എന്താണ് തന്നാലാവും വിധം സഹായിക്കുന്ന ഒരുപാട് പേര് സത്തുക്കളായിട്ടുള്ള സജ്ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതല്ലാതെ ജീവിക്കുന്നവരുമുണ്ട്. അവർക്കുള്ള ഒരു ഉപദേശവും കൂടിയാണ് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ആയിരുന്നു, ഇങ്ങനെയും ചില ആളുകളെ നമ്മൾ കണ്ടിരുന്നു. ഈ കാലഘട്ടത്തിലും ഇല്ലേ എന്നുള്ളത് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ആ ഭാഗത്ത്, ആശയായുള്ള പാശമതിങ്കേന്ന് വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരന്നാൽ ആ അർത്ഥത്തിൽ സ്വല്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രമതു പോലും ഒത്തിടാ കൊണ്ടുപോവാൻ ഒരുത്തർക്കും. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള അർഹതയുള്ള നമുക്ക് ഒരുപക്ഷെ നമുക്ക് അർഹതപ്പെട്ടതാവുകയില്ല. ആ ധനം സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ ചിന്തിക്കുക, നമ്മൾ മരിച്ചു പോണ സമയത്ത് മരണം എപ്പോൾ ഏത് സമയത്ത് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് ആ മരണ സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നമ്മളോടൊപ്പം ഒന്നും ഈ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള സ്വത്തുവകകളൊന്നും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. ഇന്ന് അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, പ്രപഞ്ചത്തിൻ്റെ അല്ലേ, നമ്മുടെ സുനാമി പ്രളയം പോലെയുള്ള കാര്യങ്ങൾ വന്നാൽ ഈ സ്വത്തുക്കളൊക്കെ എന്താണ് ഒരു മഴവെള്ളപ്പാച്ചിൽ അങ്ങനെ ഒലിച്ചു പോകുന്നത് പോലെ ആയിരിക്കും. അവിടെയും എന്തില്ല, ശാശ്വതമായ ഒന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
പശ്ചാത്താപം ഒരു എള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. അവിടെ എന്താണ് എത്തരക്കാര് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മരണസമയം, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വസ്ത്രം പോലും സ്വന്തമായിട്ട് ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ലവലേശം പശ്ചാത്താപമില്ലാതെ വിശ്വാസവഞ്ചന ചെയ്യുന്നവരാണ് വിശ്വാസപാതകം. ഏത് തരത്തിലും അവരുടെ സ്വത്തുക്കൾ അവരെന്ത് ചെയ്യുക, അർഹതപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അവരത് മാത്രം സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസപാതകത്തെ, വിശ്വാസവഞ്ചന ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവിടെ എന്താണ്, വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. വിത്തത്തിലാശ പറ്റുക, വിത്തം എന്ന് പറഞ്ഞാൽ ധനം, ധനത്തിൽ പണത്തോടുള്ള ആർത്തിമൂത്ത് അവർ സത്യധർമാദികൾ സത്യത്തെ ത്യജിക്കുന്നു, സത്യത്തെ ഉപേക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യം തന്നെ, എന്താണ്, ഏത് വിധേനയാണ് എങ്ങനെയും രാജ്യത്തെ സേവിക്കേണ്ടവർ അത് ചെയ്യാതെ രാജ്യത്തെ സേവിക്കുകയാണ്, കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അതിനെ അപ്പാടെ വിഴുകുക എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് വരാം. അപ്പം ഇത്തരത്തിൽ സത്യം, പണത്തോടുള്ള ആർത്തിമൂത്ത്, ആഗ്രഹങ്ങൾ, ആശ എന്ന് പറയുന്ന പാശത്തിന് ചുറ്റും, അതായത് ആ കയറ് വിടാതെ അതിൻ്റെ മുകളിൽ പിടിച്ചു തൂങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, പണത്തിനോടുള്ള ആർത്തിമൂത്ത് സത്യധർമാദികൾ ഉപേക്ഷിക്കുന്നു. മനുഷ്യൻ എന്ത് ചെയ്യണം, ധർമ്മത്തെ, സത്യത്തെയും ധർമ്മത്തെയും ഒക്കെ എന്ത് ചെയ്യാണ്, അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് അങ്ങനെ ഒരു ചിന്താഗതി, സത്യവും ധർമ്മവും ഒക്കെ വെടിഞ്ഞുള്ള ചില ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് മൂല്യച്യുതി എന്ന് പറയുന്നത്. സാംസ്കാരികമായ മൂല്യച്യുതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന് ഒരു തിരിച്ചറിവുണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം ജ്ഞാനപാന പോലെയുള്ള കാവ്യങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. മനുഷ്യൻ ഇത് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ബോധം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യം എന്നത് ബ്രഹ്മമതു തന്നെ, സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. അത് പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ഭാഗം. സത്യത്തെ എന്തായിട്ടാണ് കവി കണക്കാക്കുന്നത്? ബ്രഹ്മമായിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് ബ്രഹ്മം? ഈ വിശ്വത്തിൻ്റെ പരമസത്യമാണ്. അതിനെ എന്താണ്, നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യധാര, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രപഞ്ചധാരയായിട്ടാണ് സത്യത്തെ കാണുന്നത്. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഒന്നുകൂടി നമ്മൾ വിശദീകരിക്കുമ്പോൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ബ്രഹ്മത്തിൻ്റെ ആ ഒരു നമ്മുടെ ജനനവും മരണവും നമ്മൾ പോകുന്ന അല്ലേ സ്ഥിതി, ഈ അവസ്ഥയും ഒക്കെ എന്താണ്, അതെല്ലാം കൂടി യോജിച്ച ഒന്നിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഈ വിശ്വത്തിൻ്റെ പരമസത്യത്തെ, ചൈതന്യത്തെയാണ് എന്ത് പറയുന്നത്, ബ്രഹ്മമെന്ന് ആര് കണക്കാക്കുന്നത്? സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. നമ്മുടെ യഥാർത്ഥത്തിലുള്ള മനുഷ്യർ എന്താണ്, നല്ല ജനങ്ങൾ സത്യമെന്നാൽ ഈ ബ്രഹ്മമാണ്, ഈ ലോകമാണ് എന്നാണ് കരുതുന്നത്. അടുത്ത ഭാഗം നോക്കൂ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നതു ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും ഗർദഭം പോലെ. ഗർദഭം എന്ന് പറഞ്ഞാൽ കഴുത എന്നുള്ള അർത്ഥമാണ്. മനുഷ്യന് അടങ്ങാത്ത ആഗ്രഹങ്ങളാണ്. ഈ അടങ്ങാത്ത ആഗ്രഹങ്ങളുള്ള മനുഷ്യൻ്റെ അവസ്ഥ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000, 1000-ത്തിനപ്പുറത്തേക്കാവുമ്പോൾ 10,000. അങ്ങനെ മനുഷ്യൻ ആഗ്രഹങ്ങളെ കൊണ്ട്, ആഗ്രഹമാകുന്ന പാശത്തിൽ നിന്ന് പിടി വിടാതെ കരേറിക്കൊണ്ടിരിക്കുകയാണ്. ആ കരേറൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ്റെ സത്യത്തെയും ധർമ്മത്തെയും അവൻ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സജ്ജനങ്ങൾ എപ്പോഴും എന്താണ്? സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായിട്ടാണ് ആര് കാണുന്നത്? സങ്കല്പിക്കുന്നത്. സത്യത്തെ ബ്രഹ്മമായാണ് സത്തുക്കൾ സങ്കല്പിക്കുന്നത്. വിദ്യ അറിവ് നേടാനുള്ളതാണ് അല്ലേ. വിദ്യ കൊണ്ട് അറിയേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളൊക്കെ വിദ്യ നേടുന്നത് നമ്മളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പല മോശം കാര്യങ്ങളും അല്ലെങ്കിൽ പലതും നമുക്ക് അറിയാതെ ചെയ്തു പോയതിനെയൊക്കെ എന്താണ് അറിയുമ്പോൾ അതിൽ പശ്ചാത്താപം ഉണ്ടാവുക, അതിനെക്കുറിച്ചുള്ള മാറിയുള്ള ചിന്താഗതികളുണ്ട്. അപ്പോൾ വിദ്യ എന്ന് പറയുന്നത് അറിവ് നേടാനുള്ളതാണ്. അപ്പോൾ അത് ബ്രഹ്മജ്ഞാനത്തിലേക്ക്, ലോകജ്ഞാനത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിദ്വാൻമാരായി നടക്കുന്ന പലരും എന്താണ്? വിദ്യ കൊണ്ട് നേടേണ്ടത് നേടാത്തവരാണ്. അതായത് അറിവ് കൊണ്ട് അവർ നേടേണ്ട പലതും നേടിയിട്ടില്ല. പക്ഷെ ആരെ പോലെയാണ് നടക്കുന്നത്? വിദ്വാൻമാരായിട്ടാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ. അങ്ങനെയുള്ള ആളുകൾ, അത്തരം ആളുകൾ എന്ത് ചെയ്യുന്നു? കുങ്കുമത്തിൻ്റെ
ഗുണമറിയാതെ കഴുതയെപ്പോലെ വിദ്യയുടെ മഹാത്മ്യം മനസ്സിലാക്കാതെ വിദ്വാൻ എന്ന് നടിക്കുന്നവർ ഭൗതികതയെ പുൽകി നിൽക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വെറുതെ അഭിനയിക്കുക മാത്രം, ഞാനാണ് അറിവ് നേടിയിട്ടുള്ളവനെന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു കുങ്കുമത്തിൻ്റെ ഗന്ധം എവിടെയാണെന്നറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതയെ പോലെയാണെന്ന് പറയുന്നത്. കഴുതയ്ക്ക് കുങ്കുമത്തിൻ്റെ ഗുണങ്ങൾ അറിയില്ല. അതുപോലെ വിദ്യയുടെ മഹത്വം അറിയാത്തവരാണ് പല വിദ്വാൻമാരും. മനസ്സിൽ എന്ത് ചെയ്യണം, ഉത്കൃഷ്ട ഭാവങ്ങൾ വേരൂന്നുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ വിദ്യയ്ക്ക് അവകാശിയായി തീരുന്നത്. അപ്പോൾ ഇവിടെ അല്ലാത്തവർ ഗന്ധമറിയാതെ, വിദ്യ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ആ വിദ്യയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. വിദ്യാഭ്യാസം കൊണ്ട് നേടിയത് നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്രദമാക്കി തീർക്കാൻ നമുക്ക്, നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ ഉപകാരപ്രദമായ രീതിയിൽ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്, വിദ്വാനായിട്ട് മാറുന്നത്. കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് അതിന് കാര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലില്ലാത്ത ആളുകളെ കുങ്കുമം പേറുന്ന കഴുതയെ പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, ജ്ഞാനപ്പാനയിൽ പൂന്താനം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പൂന്താനത്തിൻ്റെ കവിതയിലൂടെ നമുക്കറിയാം, ഭക്തിയിലൂടെയുള്ള ഒരു മുക്തിയാണ് പൂന്താനം പ്രദാനം ചെയ്യുന്നത്. മൂല്യങ്ങൾ നഷ്ടപ്പെട്ട സമൂഹത്തെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു ഉപാധിയായിട്ട് ഭക്തിയെ സ്വീകരിച്ചിരിക്കുകയാണ്, പൂന്താനം സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പൊതു സ്വഭാവമാണ്. എഴുത്തച്ഛനും അങ്ങനെ തന്നെയാണ്, തൻ്റെ കാവ്യങ്ങളിൽ കൂടി എഴുത്തച്ഛനും സാധിച്ചിട്ടുള്ളത്, നേടാൻ ശ്രമിച്ചിട്ടുള്ളത് അതുതന്നെയാണ്. അപ്പോൾ ശരിക്കും സാമൂഹിക പ്രതിബദ്ധതയുള്ള കവികളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മൂല്യച്യുതികൾക്കെതിരെ അവരുടെ തൂലിക ചലിപ്പിക്കാറുണ്ട്. മനുഷ്യർ ജനിക്കുന്നതോ മരിക്കുന്നതോ ഒരുമിച്ചല്ല. ജീവിതത്തിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരെയും കണ്ടുമുട്ടുന്നുണ്ട്. എല്ലാ ബന്ധങ്ങളും ഉടലെടുക്കുന്നതും വികസിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക്, ആ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഒരു കാലഘട്ടത്തിലെ ജനസമൂഹത്തെ കൊണ്ട് കവി ശിവ ശിവ, കൃഷ്ണ കൃഷ്ണ എന്ന് പറയിപ്പിക്കുമ്പോൾ അവിടെ ഭക്തി, നമ്മുടെ ഉള്ളിൽ ഒരു ഭക്തി മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ പറയും അല്ലേ, എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണാനുണ്ട്, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റാരെയും ഭയന്നിട്ടില്ലെങ്കിലും ആ ഒരു ഭക്തിയുടെ മാർഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ധാരാളം വൈകൃതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ശത്രുതയോ അല്ലെങ്കിൽ മത്സരമോ അല്ലെങ്കിൽ മത്സരബുദ്ധിയോ ഒന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. എല്ലാ തരത്തിലുള്ള മത്സരബുദ്ധിയും വെറുപ്പും ഒക്കെ അർത്ഥശൂന്യമാണ്. കാരണം ഒരു മനുഷ്യനും ഇവിടെ സ്ഥിരമായി നിലനിൽക്കാൻ സാധ്യമല്ല. അവൻ്റെ ഒന്നും അവൻ ഈ ഒരു സാങ്കേതിക യുഗത്തിൽ അവൻ നേടിയിട്ടുള്ള, അവൻ്റെ വിദ്യാഭ്യാസപരമായ അറിവ് കൊണ്ട് നേടിയിട്ടുള്ള പലതും അടുത്ത തലമുറയ്ക്കായിട്ട് നമുക്ക് മാറ്റിവെക്കാമെന്നല്ലാതെ കൃത്യമായിട്ട് ശാശ്വതമായിട്ട് ഒരു മനുഷ്യനും ഇവിടെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഭക്തിയും ഭാരതീയ തത്വചിന്തയും ഇടകലർന്നിരിക്കുന്ന ജ്ഞാനപ്പാന വായനക്കാരന് മുഴുവൻ ഈ ഒരു സാംസ്കാരികമായ ദ്രവീകരണം നടത്തട്ടെ. അത്തരത്തിൽ നമുക്കൊക്കെ ഓരോരുത്തർക്കും മനുഷ്യൻ്റെ വർദ്ധിച്ചു വരുന്ന പണത്തോടുള്ള ആഗ്രഹമാകുന്ന പാശത്തിൽ നിന്ന് പിടിവിട്ടു പോരാനുള്ള ശ്രമം മനുഷ്യനുണ്ടാവട്ടെ. ധനമോഹവും അഹന്തയും ജീവിതത്തിൽ സുഗമമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു തടസ്സമാണെന്ന് ചിന്തിക്കുക. സ്നേഹത്തോടു കൂടെയും അതേപോലെ തന്നെ പരസ്പരം സഹായിച്ചും ശത്രുതാ മനോഭാവമില്ലാതെയും ഒക്കെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ജ്ഞാനപ്പാനയിലൂടെ അത്തരമൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പൂന്താനം ശ്രമിച്ചിരുന്നത്. പൂന്താനത്തിൻ്റെ ഈ ഒരു ചെറിയ ഭാഗം പഠിച്ച നമുക്ക് ഓരോരുത്തർക്കും അത്തരത്തിലുള്ള ജീവിത മൂല്യങ്ങൾ നേടാൻ സാധിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കഴിഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ പ്രസക്തി, ഇതിൽ അവധാരണ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതിൻ്റെ ഉത്തരവും കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം പറയാം. ഈ പ്രാവശ്യം നമ്മുടെ തുല്യത +1 ക്ലാസ്സിൽ നമ്മുടെ അതിൻ്റെ പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ജ്ഞാനപ്പാന എന്ന കവിത ഉയർത്തിപ്പിടിക്കുന്ന ജീവിത മൂല്യങ്ങൾ എന്തൊക്കെയാണ്, വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ട് 6 മാർക്കിൻ്റെ ഒരു ചോദ്യം. എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം,
ഒന്ന് എഴുതണം. 6 മാർക്കിൻ്റെ ഏകദേശം 8 മാർക്കിനോളം ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നാണം കെട്ടു നടക്കുന്നിതു ചിലർ, എന്തിനു വേണ്ടിയാണ് നാണം കെട്ടു നടക്കുന്നതെന്ന് 1 മാർക്കിൻ്റെ ചോദ്യം ഒക്കെ ഇപ്രാവശ്യത്തതിലും വന്നിട്ടുണ്ട്. 8 മാർക്കിനോളം ഉള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഈ നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ഞാൻ പറഞ്ഞു തന്ന വിശദീകരണങ്ങളിൽ കൂടി പോയി ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് തയ്യാറാക്കണം. ജ്ഞാനപ്പാന എന്ന കവിത ഉയർത്തിപ്പിടിക്കുന്ന ജീവിത മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഒന്നാമത്തെ പാഠഭാഗം നിങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ചാനൽ നിങ്ങൾ മറന്നു പോകേണ്ട, റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ പാഠഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ.